നാളെ മുതൽ ഓഫീസിൽ വരാതിരിക്കുകയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ പിന്നെ നീ അനുഭവിക്കും. പോയിക്കോ. വാ വാ. നീ ഇതൊന്ന് കാണ. നിനക്ക് അയച്ചു തന്ന ഫോട്ടോസ് അല്ലാതെ വേറെ ഒന്നാം തരം വീഡിയോസും ഉണ്ട്. എനിക്കൊന്നും കാണണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല. ഇപ്പൊ നീ ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ നീ കാണുന്നതിന് മുമ്പ് ഇത് നാട്ടുകാരെ മുഴുവൻ കാണും. നാട്ടുകാർ മാത്രമല്ല, നിന്റെ വീട്ടുകാരും കാണും. ഇനി നീ തീരുമാനിക്ക, ഇത് നാട്ടുകാർ കാണണോ അതോ വേണ്ടയോന്ന്. എങ്ങനുണ്ട്? കൊള്ളാവോ? ഇത് സോഷ്യൽ മീഡിയയിലേക്കൊന്ന് കയറ്റി വിട്ടാലേ സോഷ്യൽ മീഡിയ നിന്നെ കത്തും. പിന്നെ നാട്ടുകാരും നിന്നെ കത്തിക്കും. ഏയ്, നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ? മര്യാദയ്ക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനാ പറഞ്ഞേ. ഇതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും എന്റെ ലാപ്പിൽ ഇതെല്ലാം നല്ല ഭംഗിയായി കോപ്പി ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനെങ്ങനെ കരയുന്നത്? ആതിര വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിതൊന്നും ആരെയും കാണിക്കാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു സിനിമാ നടിയെ വെച്ച് ഈ പരസ്യം ഷൂട്ട് ചെയ്യിക്കായിരുന്നു. പക്ഷേ നിന്നെ വെച്ചിത് ചെയ്തത് ചില കാര്യങ്ങൾ കണക്കൂട്ടി തന്നെയാ. അല്ലാതെ നിന്നെ സോഷ്യൽ മീഡിയയിൽ താരമാക്കാനൊന്നുമല്ല. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. എന്റെ കൂടെ നിന്നാൽ, ഞാൻ പറയുന്നത് കേട്ടാൽ നിന്റെ ജീവിതത്തിനൊരു പോറൽ പോലും സംഭവിക്കില്ല. നിങ്ങളൊരു ദുഷ്ടനാ. പാവപ്പെട്ട പെൺകുട്ടികളെ ചതിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരാള്. നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്ക് അതിൽ നിന്നൊരു ലാഭം കിട്ടണ്ടേ? അല്ലാതെ നിന്നെപ്പോലൊരു സാധാരണക്കാരിയെ കൊണ്ട് ഈ പരസ്യമൊക്കെ ചെയ്യിച്ചിട്ട് എനിക്ക് എന്താ കാര്യം? ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഇതൊരാളും കാണില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് നീ എനിക്ക് തരണം. ഇനി നീ പോയി പോലീസിൽ പരാതിപ്പെട്ടാലും വീട്ടുകാരോട് പറഞ്ഞാലും നീയും കുടുംബവും തന്നെയാണ് നാണം കെടുക. അങ്ങനെ ഒരു നീക്കം നീ നടത്തുന്ന നിമിഷം തന്നെ ഞാനിത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ പത്രം, ചാനലുകൾ, സോഷ്യൽ മീഡിയ എല്ലായിടത്തും നീ മാത്രമായിരിക്കും താരം. ദയവ് ചെയ്ത് എന്റെ ജീവിതം ഇല്ലാതാക്കരുത്. എനിക്കൊരു മോളുണ്ട്, ഒരു കുടുംബമുണ്ട്. എന്നെ ചതിക്കരുത് പ്ലീസ്. അത് കള. നിന്റെ ഭർത്താവിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. അവന് നിന്നെ വേണ്ട. അപ്പൊ പിന്നെ നമ്മുടെ ബന്ധത്തിനൊരു തടസ്സമില്ലെന്നേ. നീ നന്നായിട്ടൊന്ന് ആലോചിക്ക. ഇനി ധാരാളം സമയമുണ്ടല്ലോ. എന്തായാലും ഉടനെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്റെ മറുപടി അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒന്ന് നിന്നേ. നാളെ മുതൽ ഓഫീസിൽ വരാതിരിക്കുകയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്താൽ പിന്നെ നീ അനുഭവിക്കും.
പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറ. ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിൽ ഏത് കമ്പനിയിലാ? കമ്പനിയിലൊന്നുമല്ല, അവിടെ സ്വന്തമായിട്ടൊരു ടാക്സി സർവീസ് നടത്തുക. അപ്പോ നമ്മുടെ സച്ചിമനെ പോലെ തന്നെ അല്ലേ മോളെ? ആ അതെ, സച്ചിയെ പോലെയല്ല, സച്ചി തന്നെയാ എൻ്റെ ഭർത്താവ്. നിങ്ങളോടൊക്കെ അത് തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ അതിന് പറ്റിയ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. മോളെന്താ ആലോചിക്കുന്നേ? അത് സച്ചിയുടെ കൂട്ടുകാരനായ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ചേച്ചിയുടെ വീട്ടിലെ വേറെ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, സഹോദരിമാരും ഹസ്ബൻഡ് സിസ്റ്ററും എല്ലാവരും ഉണ്ട്. അപ്പോ അച്ഛനോ? അച്ഛൻ അത് സേതുവേട്ടൻ. ഈ ഇരിക്കുന്നതാ എന്റെ മാഷ്. അച്ഛൻ അല്ല, അതിനയുടെ അച്ഛനല്ലേ? അതെ, എന്റെ കുട്ടികളുടെ അച്ഛൻ. ദയാനന്ദൻ എന്നായിരുന്നു പേര്. സത്യം പറഞ്ഞ അച്ഛനായിരുന്നു ഞങ്ങളുടെ വെളിച്ചവും വഴികാട്ടിയും എല്ലാം. രണ്ടുപേരും മരിച്ചിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. സേതുവേട്ടൻ എന്റെ 2 മക്കളുടെയും അമ്മായിച്ചനായിരുന്നെങ്കിലും അവർക്ക് സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എന്റെ അച്ഛമോക്ക്. അച്ഛമോൾ എന്ത് പറയുന്നോ അതായിരുന്നു സേതുവേട്ടന്റെ അവസാന വാക്ക്. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള മരുമകളും അർച്ചനയെടുത്തിയായിരുന്നു.